ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമായിരിക്കുന്നു. എൻ്റെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നു മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 3 ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ 1 and 2 ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ വേണമെങ്കിൽ അത് പോയി കണ്ടോളൂ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ 3-ൽ നമ്മുടെ 2-ൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടില്ലേ മാറ്റമൊക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ പാർട്ട് 2-ൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത് വെച്ച് ഇങ്ങനെ ഒരു ഫാം ഉണ്ടാക്കി. അയ്യോ, അത് പറിച്ചിടല്ലേ. ഓക്കെ, ഒരു ഫാം ഉണ്ടാക്കി. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഒരു ചെറിയ ബേസൊക്കെ സെറ്റ് ചെയ്തു. ഇവിടെയാണ് അപ്പോൾ നമ്മുടെ ബേസ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അവിടെ കണ്ടു ഒരു വില്ലേജ് കണ്ടുപിടിച്ചു. കണ്ടില്ലേ, അതിലൊരു വില്ലേജത്തെ ഒരു വീട് തീയൊക്കെ പിടിച്ചത് തലയൊക്കെ പുകച്ചു പോയിരിക്കുകയാണ്. അത് നമ്മൾ ഫുള്ള് കെടുത്തിട്ടില്ല, കുറച്ച് ലാഭം അവിടെ ഉണ്ട് നമുക്ക് ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ബ്രീഡിങ് ഫാം ഉണ്ടാക്കാനാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ അതിനായിട്ടുള്ളൊരു സ്ഥലം എനിക്ക് നോക്കണം. എവിടെ ഇപ്പം ഞാൻ പണിയാന്നാണ് എനിക്കറിയാത്തത്. അതിന് നമുക്കൊരു സ്ഥലം നോക്കാം. അപ്പോൾ നമ്മളിതാ ഇവിടെ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതവിടെയാണ്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നന്നായി പറ്റും, കാരണം വില്ലേജിൽ നിന്ന് ഏകദേശം നല്ല ദൂരമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബേസിൽ നിന്നും നല്ല ദൂരമുണ്ട്. അതാകുമ്പോൾ എനിക്ക് ബേസിൻ്റെ അടുത്താകുമ്പോൾ നമുക്ക് ഈ ശബ്ദം കേൾക്കും, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇത് അടുത്ത് രണ്ടെണ്ണം ദൂരമായതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് വില്ലേജസിന് നമ്മൾ ഇന്നലെ പൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ കൊണ്ടുവരണം. അതിനൊക്കെ മുന്നേ ഇവിടെ സ്ഥലമൊക്കെ നമുക്ക് സെറ്റാക്കാം. അതൊക്കെ ഒന്ന് മുറിച്ചിട്ട് ഇവിടെ ഒന്ന് സെറ്റാക്കിയിട്ട് കാണാം ഗേസ്. അപ്പോൾ നമ്മൾ ഏകദേശം സ്ഥലം സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളിവിടെ കെടുക്കാൻ വന്നപ്പോൾ ഈ മാങ്ങാണ്ടി മോറ ഇവിടെ വന്നിട്ട് ഓർഡർ ഓക്കെ മാങ്ങാണ്ടി മോറിനൊരു വല തന്നു. അതിൻ്റെ നമുക്ക് നമ്മുടെ നമ്മുടെ ലെറ്റ്സ് പ്ലേത്തെ 7ാമത്തെ ഡേ നമ്മളങ്ങനെ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അതിൻ്റെ അവന്മാരൊക്കെ അവിടെ ഇരുന്ന് കത്തുണ്ട്. നമുക്ക് നമ്മുടെ സ്ഥലം ഏകദേശം സെറ്റാക്കി. നമ്മുടെ പൂക്കിക്കൂട്ടൻ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സെക്കൻഡ് പാർട്ടിൽ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും, പൂക്കിക്കൂട്ടൻ ആരാന്നൊക്കെ. അപ്പോൾ നമ്മളിതാ ഇവിടെ കൂടി കുറച്ച് ഡേട്ട് വെക്കുകയാണ്. എന്നാൽ നമുക്ക് ഫുള്ള് കുറച്ച് വലിപ്പം കിട്ടും. അപ്പോൾ ഇവിടെയും കൂടി ഒന്ന് അങ്ങനെ ഡേട്ട് വെച്ച് സെറ്റാക്കിയാൽ മതി. ഓക്കെ കറക്റ്റല്ല. ഓക്കെ കറക്റ്റ് എന്ന് വെച്ചാൽ ഡേട്ട് ഞാൻ ഫുള്ള് തീരുമെന്ന് വിചാരിച്ച് 2 ബാക്കിയുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് പണിയാന്ന് വെച്ചാൽ ഇവിടേക്ക് ഇങ്ങനെ ഇത് വരും കട്ടകൾ. ആൻഡ് ഇവിടേക്കാണ് നമുക്ക് വില്ലേജസിന് വരിക. എന്നിട്ട് ഇത് കൂടെ അങ്ങനെ എടുക്കുക. അങ്ങനെ ഒരു സെറ്റപ്പാണ്. ഞാൻ എന്തായാലും കുറച്ച് കോബിൾ സ്റ്റോണൊക്കെ പറിച്ചിട്ട് വരാം ഗീസ്. അപ്പോൾ നമ്മൾ കുറച്ച് ഇതൊക്കെ പറിച്ചിട്ടുണ്ട്. ഇത് കോബിൾ സ്റ്റോൺ. നമുക്ക് അതിൻ്റെ ആ ഒരു പണി തുടങ്ങാം. അതിനൊക്കെ മുന്നേ കുറച്ച് ഇട്ടിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പണി തുടങ്ങാം. ഏകദേശം നമുക്ക് അളവ് ആദ്യം വേണം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു കൃഷി കുത്താം. എന്നിട്ട് നമുക്ക് കണക്കിടാം. ഓക്കെ ഗീസ്, നമുക്ക് ഇവിടെ കണക്ക് കുത്താം. ഏകദേശം ഇവിടെ ഇരിക്കട്ടെ അല്ലേ. ഇവിടെ ഒരു കുഴി. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിക്കാം. ഇവിടെ വെള്ളം ഇരിക്കട്ടെ. നമുക്ക് 3 കുഴിയല്ലേ, 4 കുഴി വയ്ക്കാൻ അറിയില്ല. ഓക്കെ, 4 കുഴി നമ്മൾ എടുക്കുന്നുണ്ട്. ഇപ്പം എന്തായാലും ഏകദേശം 3 കുഴി ആവശ്യമുണ്ട് തോന്നുന്നു. ഇത്രയും വലുതാവില്ല. ഓക്കെ, നമ്മൾ 4 കുഴി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ നടാം ഗേസ്. അപ്പോൾ നമ്മൾ ഏകദേശം നട്ടു. അപ്പോഴാണ് നമുക്ക് അറിയണേ ഏകദേശം ഈ ബ്ലോക്ക് ഇതുണ്ട് ഇങ്ങനെയാണ് വെക്കേണ്ടത്. അത്ര ഇവിടെ അല്ല വെക്കേണ്ടത്, അത് നല്ല വലിയതാവും. ആൻഡ് ഇവിടെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഫുള്ള് സെറ്റാക്കാം. അപ്പോൾ അതാ നമ്മൾ ഫുള്ള് ഇങ്ങനെ ഈ ബ്ലോക്ക് വെച്ചിട്ട് ഇവിടെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എടുക്കേണ്ടത് മറ്റേ കുഴിയാണ്. ആൻഡ് നമുക്ക് കറക്റ്റ് ഇവിടുന്ന് ഇങ്ങനെ 2 ബ്ലോക്ക് ഇങ്ങനെ മുറിക്കണം. എന്നിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു അളവിൽ ഇവിടെ കുഴി ഇങ്ങനെ ഒരു ചെറിയ റൂം ഇവിടെ ഉണ്ടാക്കണം, നമ്മുടെ ബെഡൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കാം ഗസ്. അപ്പോൾ നമ്മളിത് ഇവിടെ ഇങ്ങനെ ഒരു കോബിൾ സ്റ്റോൺ വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു കുഴി എടുക്കണം. കണ്ടില്ല, ഇങ്ങനെ ഒരു കുഴി എടുക്കണം. അതിൻ്റെ നമ്മളൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു. ഡേട്ടെടുക്ക് നമുക്ക് ഇവിടെ കയറി. ഓക്കെ, ഇവിടെയും കയറി. നമുക്ക് ഇൻഫിനിറ്റി വാട്ടറിന് പോയിട്ടൊരു ഒരു ബക്കറ്റ് വാട്ടർ എടുക്കണം. പൂക്കിമോൻ മാറിക്കേ, അല്ലെങ്കിൽ ഞാൻ പൂക്കിമോനെ കോരി എടുക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറണം. ഓക്കെ കയറി. കയറി. അതിന് നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറണം. ആദ്യം വെള്ളം തീരട്ടൊക്കെ. ഇനി ഇത് കുഴിച്ചിട്ട് ഞാൻ ഒരുമാതിരി മണ്ടത്തരൊക്കെ കാണിക്കിനി. ഓക്കെ, നമുക്ക് കണ്ട് ഇതാക്കി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ കുഴിച്ചിട്ട് അടിയിലേക്ക് ഇറങ്ങാം. ഏകദേശം എത്ര കുഴിയാ വേണ്ടത്? ഓക്കെ, ഇത്ര കുഴി തന്നെയാണോ എനിക്കറിയില്ല. ഓക്കെ, കറക്റ്റ് ഓർമ്മയില്ല. ഈ കുഴി തന്നെ തോന്നുന്നു. അതിൻ്റെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കുഴിക്കാം കുറച്ച്. അപ്പോൾ കേസ് വീണ്ടും നൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പോയി കെടുക്കാൻ പോവാണ്. ആൻഡ് നമ്മുടെ ബ്രീഡിങ് ഫാം ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വേൾഡത്തെ
8ാമത്തെ ഡേയും കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി പണി നോക്കാം. ഓക്കെ ഗേസ്, അപ്പോൾ നമ്മളിതാ കറക്റ്റ് ഇവിടെ കുഴിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താ കാണിച്ചു തരാം. ഓക്കെ വെള്ളം ഒരു ബക്കറ്റ് എടുക്കുക. എന്നിട്ട് നമുക്കിനി അതിൽ ക്യാരറ്റാണ് വേണ്ട. ഓക്കെ അപ്പോൾ ക്യാരറ്റ് അതിൽ വേണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കയറി ഓക്കെ ക്യാരറ്റ് വേണം. അത് വില്ലേജിൽ നിന്ന് കിട്ടിക്കോളും. നമുക്കിത് കൂടെ അങ്ങനെ ഇറങ്ങിയിട്ട് പെട്ടെന്ന് ചാടി അയ്യോ വെച്ചിട്ട് നമുക്ക് മേടിക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ ബെഡ് വയ്ക്കും നമ്മൾ. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ എങ്ങനെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ കുട്ടികളുണ്ടാക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ ആ ബ്രെഡിക്ക് ചാടാൻ വേണ്ടി വരുമ്പോൾ ഈ കുഴിക്ക് വീഴും, ഇതെങ്ങനെ വീഴും. അപ്പോൾ അവരിങ്ങനെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ ഇവിടെ വരും. അതാണ് നമ്മുടെ ഒരു ടെക്നോളജി. ഇനി നമുക്ക് അവിടെ ഫുള്ള് ക്യാരറ്റൊക്കെ നടാം. ഗേസ്, അപ്പോൾ നമ്മൾ ഏകദേശം നമുക്ക് ഒരു സ്റ്റാക്ക് 3 ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ പോയിട്ട് നടാം. എന്നിട്ട് പിന്നെ നമുക്ക് വില്ലേജേഴ്സിനെ കൊണ്ടുവരണം. അപ്പോൾ ബോട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് ഇനി അവരെ കൊണ്ടുവരാം. ഗേസ്, അപ്പോൾ നമ്മളിത് അവിടെ നട്ടിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് അങ്ങോട്ട് ചാടുക. എന്നിട്ട് ഇനി നമുക്ക് ഇവിടെ 3 ബെഡ് കൊണ്ടാക്കി. അപ്പോൾ നമുക്ക് കുറച്ച് വൂള് കിട്ടണം. അപ്പോൾ നമുക്ക് വൂള് തപ്പാം. അവിടെ ഒരു ആടൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അവിടെയൊക്കെ ഉണ്ടാകുന്നല്ലോ. എവിടെ? ഓക്കെ അവിടെയൊക്കെ ഉണ്ടാവും. അവിടെ കുറച്ചധികം ഉണ്ട്. നമുക്ക് അതിനൊക്കെ പോയിട്ട് വെട്ടാം. ഇതായിട്ട് ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ അടുത്ത് വന്നിട്ട് ഇതാ ഇങ്ങനെ വെട്ടി കണ്ട എത്ര വൂള് കിട്ടിയോ? 1 കിട്ടിയല്ലോ. ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒന്ന് വെട്ടി നോക്കാം. കിട്ടും, 2-3 കിട്ടും. കണ്ടോ 3 കിട്ടി. ഇനി ഇവന്മാർ വീണ്ടും ഇത് ഉണ്ടാക്കും. എന്ത് പുല്ല് വെച്ചിട്ട് വീണ്ടും വൂളാകുമ്പോൾ നമുക്ക് വീണ്ടും വെട്ടാം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത്. അപ്പോൾ നമുക്ക് അവന് ഒക്കെ വെട്ടാം. കേസ്, അപ്പോൾ നമ്മൾ വെള്ളം കൊണ്ട് വന്നിട്ട് നമുക്ക് കയറിയിട്ട് നമ്മുടെ ബെഡ് ഇവിടെ വയ്ക്കാം. അപ്പോൾ നമുക്കിത് മാറ്റിയിട്ട് ഇവിടെ ഒരു ബെഡ്, അടുത്ത ബെഡ്. ഓക്കെ സെറ്റായിട്ട് നമുക്ക് ഇവിടെയും 2 ട്രാപ്പ് ഡോർ വയ്ക്കണം. അത് സെറ്റാക്കാം. ഗേസ്, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ട്രാപ്പ് ഡോർ, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ട്രാപ്പ് ഡോർ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് വേണ്ടത്. ഇനി നമുക്ക് ഇങ്ങോട്ട് കടക്കാനും സുഖമാണ്. ആൻഡ് എടാ അത് നന്നായി വളർന്നു വരികയാണ്. ഓക്കെ ക്യാരറ്റ് എവിടെ? ഓക്കെ ക്യാരറ്റ് എടുത്തിട്ട് നമുക്കിവിടെ ഇടാം. ഗേസ്, ഒരു കാര്യം പറയണ്ട, ഇതിൻ്റെ സൗണ്ടിന് വല്ല പരപരപ്പുണ്ടെങ്കിൽ ക്ഷമിക്കണം. ചെറുതായിട്ട് ഇങ്ങനെ തൊണ്ടതായിട്ടിരിക്കുകയാണ്. ഓക്കെ അപ്പോൾ നമുക്കിനി വില്ലേജേഴ്സിനെ കൊണ്ടുവരാം. അയ്യോ വിഴി വീണു. ഓക്കെ ഇനി നമുക്ക് വില്ലേജേഴ്സിനെ കൊണ്ടുവരാം. അവന്മാരെ കൊണ്ടുവരാൻ കുറച്ച് പണിയാണ്. കാരണം ഈ ഒരു എന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റിലെ ഏറ്റവും വലിയ പൊട്ടന്മാരവന്മാരാണ്. അതുകൊണ്ട് തന്നെ അവന്മാരെ കൊണ്ടുവരാൻ ഭയങ്കര പാടായിരിക്കും. എന്തായാലും നമുക്ക് ശ്രമിച്ചു നോക്കാം. എമറാൾഡാ, ഞാൻ വെറുതെ ഒന്ന് വന്ന് തപ്പി നോക്കിയപ്പോൾ എമറാൾഡ് കിട്ടോ. അതിൽ നല്ലൊരു കാര്യമാണ്. നമുക്ക് ബ്രെഡും കിട്ടി. ആപ്പിളും ഇരിക്കട്ടെ. ഓക്കെ ആപ്പിളും ഇരിക്കട്ടെ. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ ഇതാ പൂട്ടിയിട്ട് ഇതിലായിരുന്നു. അതിൻ്റെ ബോട്ട് ഉണ്ടാക്കണ്ടേ? ഗസ് ബോട്ട് ഈ മരം വെട്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഗസ്, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഇവിടെ നമ്മൾ ഇവന്മാരിങ്ങനെ എടുത്തപ്പോൾ എന്തായാലും ബോട്ടായിട്ട് ഈ വഴി കയറാൻ പറ്റില്ല. ഇങ്ങനെ മോളിക്കൊന്നും കയറാൻ പറ്റില്ല. അപ്പോൾ ഈ വഴിയൊക്കെ എങ്ങനെയാണ് കയറ്റുക? എനിക്കറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ കയറ്റിയവന്മാരെ? എനിക്കറിയില്ല. എന്തായാലും നമുക്ക് എന്തെങ്കിലും ഒരു വഴി നോക്കണം. അല്ലാതെ പറ്റില്ല. എന്തായാലും നൈറ്റായി നമുക്ക് എന്തെങ്കിലും ഒരു വഴി നോക്കാം. ഗേസ്, അപ്പോൾ നമ്മളിതാ ഇവിടെ ഒരുത്തന്നെ അങ്ങനെ കൊടുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുത്തത് അവിടെ ഒക്കെ ഉണ്ട്. നമ്മൾ 2 ആളെ സെറ്റാക്കി. ആൻഡ് ബട്ട് അവൻ വരുന്നുണ്ട്. ബോട്ട് എടുക്ക്. ഓക്കെ ബോട്ട് എടുക്ക്. അവ അതിൽ പെടല്ലേ? എടാ ഇപ്പം പൊട്ടന്മാരായി പെട്ടാ. ഇപ്പം എന്താ പരിപാടി? ഇത് പെട്ടെന്ന് ഇടുക. ഓക്കെ എടാ ഇത് പൊട്ടന്മാരെ അങ്ങേറ്റ പൊട്ടന്മാരാട്ടോ. ഓക്കെ ഒരുത്തനെ പിടി. ഒരുത്തനെ ഇതിൽ എടാ വീട്ടിൽ പോയറാ. എടാ ഇവന്മാരെന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഒന്നുകൂടി പൊട്ടിച്ചിടാൻ പോവാണ്. ഓക്കെ ഒരുത്തൻ കയറി. ഇനി ഒരുത്തനും കൂടിയേ കയറാള്ളൂ. അവനെങ്ങനെയും കയറ്റാം. അവൻ വരുന്നുണ്ട്. ഓക്കെ അവനെങ്ങനെയും ഇങ്ങനെ കയറ്റണം. എടാ മോനെ അങ്ങോട്ട് കയറുമോ? കുഴിക്കിറങ്ങല്ല. അങ്ങോട്ട് കയറാ. അങ്ങോട്ട് കയറ്. ഓക്കെ അങ്ങോട്ട് കയറ്. അവനെ അങ്ങോട്ട് കയറ്റിപ്പിക്കട്ടെ കേട്ടോ. എടാ ഇവന്മാർ 2 ആളും എന്താ ഇതിൽ പോയിരിക്കുന്നു. എടുക്ക്. ഓക്കെ കയറാ. ഓക്കെ ഒരുത്തൻ കയറി.
ഇടവന്മാർ രണ്ടാളും അവർ നല്ല തട്ട് കിട്ടിയിട്ടാ. ഒക്കെ കയറി കയറി എടാ ഇവന്മാർ ഭയങ്കര പ്രാന്താട്ടാ. ഒരുത്തൻ കയറി. ഒരുത്തന് ഇവന് ഇതിനായിരുന്നു ഇജ്ജ് വേറേക്ക് പോയിക്കോ. ഇതാ അവിടെ ഇട്ടുന്നുണ്ട്. ഇതിൽ ഞാൻ പിടിച്ചു. എടാ ഇതെന്തറ 3 ആളൊക്കെ. ഓക്കെ അതിൽ ഇവനെ കയറ്റാം. ഓക്കെ അതിലൊരുത്തനെ കയറ്റി. ഇത് കുറച്ചിങ്ങോട്ട് കയറ്റിയിടാം. ഇവിടെ ഇട്ടിട്ട് നമുക്ക് ഇനി അമ്മമാരെ സെറ്റാക്കാം. ഓക്കെ അതിൽ നമ്മൾ സെറ്റാക്കിയിട്ട് ഇനി നമുക്ക് അങ്ങോട്ട് എത്തിക്കാം. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. ഏകദേശം നമ്മൾ ഒരു ഒരു വീഡിയോയിൽ നമ്മൾ ഏകദേശം 3 നൈറ്റാണ് ഉറങ്ങി. ഇതിൽ നമ്മൾ 5 നൈറ്റ് ഉറങ്ങി. ബട്ട് നിങ്ങൾ പേടിക്കേണ്ട, വീഡിയോയുടെ ലെങ്ത്തൊക്കെ അത്ര തന്നെ വരുള്ളൂ. കാരണം അവിടെ ഇവന്മാർ ഭയങ്കര പണി. ഞാൻ നോക്കി ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ ഇവന്മാരെ കൊണ്ടുവരാനായിട്ട്. എന്തൊരു കഷ്ടം. ഒരുത്തനെ കയറ്റി, പക്ഷെ രണ്ടാമത്തവൻ കയറുന്നില്ല. എന്തായാലും നമുക്ക് ഇവിടെ ഒരു കുഴി കൊടുത്തിട്ട് ബെല്ലടിച്ചിട്ട് ഇവന്മാരെ അങ്ങോട്ട് കയറ്റാം. ഓക്കെ നല്ലൊരു വഴിയാണ്. ബെല്ലടിച്ച് എടാ കയറാ അയക്കന്നെ കയറാ. ആ വീട്ടിൽ തന്നെ കയറി. എടാ മണങ്ങണാഞ്ചന്മാർ. എടാ അയക്ക് കയറിയില്ലടാ. എടാ ഇതും കൂടി ഒന്ന് പറിച്ചെടുത്തെങ്കിൽ അതിലേക്ക് കയറിയാനെ. സാറില്ല, നമുക്ക് എങ്ങനെയൊക്കെ ഒന്ന് അവന്മാരെ കൊണ്ടുവരാം. ഗേസ് അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനലി നമ്മൾ ഒരുത്തനെ കയറ്റിയിരിക്കുകയാണ്. ഓക്കെ ഒരുത്ത അവിടെ ബോട്ടിൻ്റെ തലയും തട്ടി വീണായിട്ട് ഇനി നമുക്ക് നമ്മുടെ ബ്രീഡിങ് ഫാമിൻ്റെ അവിടേക്ക് പോവാം. ഗേസ് അപ്പോൾ നമ്മുടെ പണി ഏകദേശം കഴിഞ്ഞൊരു 18% കഴിഞ്ഞു. നമുക്കിവിടെ ഡിസ്പെൻസറൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയുള്ളൂ. ആൻഡ് നമ്മൾ പണി എല്ലാവരും കൊണ്ടിട്ടപ്പോൾ തന്നെ നമുക്ക് ഒരു കുട്ടീനെ കിട്ടിയിട്ട് അവിടെ ഇതാ നടക്കണു. ഓക്കെ അപ്പോൾ അങ്ങോട്ട് ചാടും. അവൻ ചാടി. നമുക്ക് കയറി. അപ്പോൾ അവിടെ വന്നിട്ടുണ്ടാവും. നമ്മളവിടെയൊക്കെ മൂടിയിട്ട് അതുകൊണ്ട് സീനില്ല. ഇതൊക്കെ എടുക്കണു. ലെറ്റ്സ് ഗോ. നമുക്ക് ഇനി ഇവിടെ മൂടിയിടണം, അല്ലെങ്കിൽ വല്ല സോംബി ഒന്ന് ചാടി അവനെ കൊല്ലും. അപ്പോൾ നമുക്കിവിടെ മൂടിയിടാം. ആൻഡ് ഗേസ് അപ്പോൾ ഇനി നമുക്ക് വേണ്ടി ഏകദേശം 5 ദിവസമാണ് നമ്മളിതിൽ സ്പെൻഡ് ചെയ്തത്. ഓക്കെ അപ്പോൾ അവന്മാർ ആ ഒരു വില്ലേജസിനെ ചെയ്യാൻ നല്ല പണിയാന്നു. അപ്പോൾ ഗേസ് 1 മിനിറ്റ് ഇതൊക്കെ മാറ്റട്ടെ. ഓക്കെ അപ്പോൾ ഗേസ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആൻഡ് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ആൻഡ് നമ്മളിതിൽ ബ്രീഡിങ് ഫാം ഉണ്ടാക്കി ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തായാലും അതിൽ ഡിസ്പെൻസറൊക്കെ സെറ്റ് ചെയ്ത് ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.